ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ലോഗ്സ്. ഈ ഇരുട്ട് വേറെ ഒന്നുമല്ല കേട്ടോ, സമയം 6 മണി ആയിട്ടേയുള്ളൂ. 6 മണി ആവണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേദുട്ടനും എണീറ്റു എൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ കാണണ്ടോന്നറിയില്ല കേട്ടോ, അതാ എണീറ്റ് വരുന്നു. ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ എണീറ്റ് വരികയാണെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ബേബിക്കുട്ടി മലയ്ക്ക് പോകുന്നുണ്ട്, നോൽമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നേരത്തെ എണീറ്റ് കുളിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അവൾ നേരത്തെ എണീറ്റു, അമ്മയൊക്കെ എണീറ്റു, എല്ലാവരും ഞങ്ങളൊക്കെ എണീറ്റു കേട്ടോ. പക്ഷേ അവൻ എണീക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം ലേറ്റ് കണ്ടപ്പോൾ അവൻ എണീറ്റു. ഇനി നാളെ തൊട്ടിട്ട് വാതിലൊക്കെ ചാരിയിട്ട് വേണം വരാൻ. അപ്പോൾ അവൻ എണീറ്റോട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് ജനൽ വെറുതെ റൂമിൽ നിന്ന് തുറന്നപ്പോൾ ഭയങ്കര കാറ്റാണേ. നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ അതാണല്ലോ, ഭയങ്കര കാറ്റ് പറഞ്ഞാൽ ഒരു സുഖമില്ല, ആകെ കാറ്റ്. പിന്നെ രാവിലെ ആയി നല്ല തണുപ്പുമാണ്, കുളിക്കാനൊക്കെ നമുക്ക് വയ്യ തോന്നുവേ. പിന്നെ ഈ സമയമായി നമ്മൾ 2 നേരം കുളിക്കണമല്ലോ, വ്രതശുദ്ധിയോട് കൂടിയിട്ട് വേണമല്ലോ പോവാൻ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ബേബിക്കുട്ടി പോയിട്ടുണ്ട്. അപ്പോൾ ബേബിക്കുട്ടിയുടെ അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ ഇക്കൊല്ലം പോണത്. പ്രാവശ്യം അമ്മമ്മയും അച്ഛമ്മയൊന്നും പോണില്ല, അവർ മാത്രമാണ്. പിന്നെ അച്ഛൻ്റെ വീട്ടുകാരാണ് പോകുന്നത് കേട്ടോ, അവരുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനും എണീറ്റ് കുളിച്ചു, വിളക്ക് വെച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഏട്ടൻ അമ്പലത്തിൽ നിന്ന് പുണ്യാഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ തളിച്ചു എല്ലാവരുടെയും. ബേബിക്കുട്ടി നേരത്തെ കുളിക്കുമല്ലോ, നേരത്തെ തളിക്കാനിട്ട് എല്ലാവരുടെയും അവൾ ചെയ്യാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. നേരത്തെ എണീറ്റ് കുളിച്ചാലും മുടി ഉണങ്ങാൻ കുറേ ടൈം എടുക്കും. 2 ഭാഗം കെട്ടണമല്ലോ, മുടയണോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ അവൾക്ക് തോർത്തി കൊടുത്തു, അതൊക്കെ ചെയ്തു കേട്ടോ. എന്നാലും എങ്ങനെയൊക്കെ ഉണങ്ങി കിട്ടിയതാണ്. അപ്പം ഞാൻ പുറത്ത് കുറേ 6:30 ആയിട്ടേ ഉള്ളതുകൊണ്ട് അപ്പം തന്നെ നല്ല കാറ്റൊക്കെ തന്നെയാണ്. നല്ല കാറ്റ് പറഞ്ഞാൽ നല്ല കാറ്റാണ്. പിന്നെ അത് അമ്മ, ഞാൻ ഓരോരോ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ അതാ മുടി അവളുടെ കെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ കടങ്ങനെ ഉണങ്ങിയിട്ടില്ല. അപ്പം അമ്മ പറഞ്ഞു കായ വരും മുടിയിൽ, ഉണങ്ങാതെ കെട്ടിയാന്ന് പറയായിരുന്നു കേട്ടോ. ഇനി മാലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല, കാരണം കുളിച്ച് പിന്നിട്ട് ജസ്റ്റ് മുടഞ്ഞിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു, ദോശയും പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ അവൾ കഴിക്കാമെന്ന് പറഞ്ഞു. എന്നും അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ഇന്ന് അവൾ കഴിച്ചു കേട്ടോ. ഇനി മുതൽ അവൾ എന്നും കഴിച്ചോളൂ. അപ്പോൾ ഞാൻ ഈ ദോശ ചുട്ടപ്പോൾ ആദ്യം നേരത്തെ എണ്ണ കൂടിപ്പോയി. അപ്പോൾ ആദ്യത്തെ ദോശ ഇതങ്ങനെയായി, വലിയ ഭംഗിയില്ലാത്തൊരു ദോശയായി കേട്ടോ. അപ്പോൾ ഞങ്ങനെ പറയുന്നത് ആദ്യത്തെ ദോശ ശരിയായില്ല എന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമതൊരു ദോശയും കൂടി ഉണ്ടാക്കി. ആ ദോശ കളഞ്ഞൊന്നുമില്ല കേട്ടോ, അത് എടുത്ത് വെച്ചു, അത് വേദുവിനിട്ട് കൊടുത്തു ഞാൻ. പിന്നെ ബേബിക്കും വേദുവിനും കൂടിയിട്ട് ഒരുമിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 പേരും ഒരുമിച്ചാണെങ്കിൽ കഴിക്കുമല്ലോ. വേദു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഫുഡ് കഴിക്കാനൊന്നും അങ്ങനെ മടിയില്ല, എല്ലാം കഴിച്ചോളും. പക്ഷെ ബേബി അങ്ങനെയല്ല, ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ അവൾ കഴിക്കുള്ളൂ. ഇപ്പം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ദോശയും പൊടിയും കൂട്ടിയിട്ട് ഇന്ന് കഴിച്ചു കേട്ടോ. അത്ഭുതമായിരുന്നു ഇന്ന്, 2 പേരും കൂടി കഴിച്ചു. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ബേബിയുടെ മുടിയൊക്കെ കെട്ടിട്ടുണ്ട്. അപ്പോൾ അവളെന്തോ ഫോണിൽ കാണുകയാണ് കേട്ടോ, യൂട്യൂബിൽ എന്തോ കാണുകയാണ്. അമ്മ കുറേ മുടിയൊക്കെ എങ്ങനെയൊക്കെയോ ഇതാക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ആകെ കൂടി തിരക്കായി, എല്ലാ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ നേരത്തെ എണീക്കണ കാരണം. അപ്പോൾ അത് അവൾ റെഡിയായി, കുറിയൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ ഒരു തുളസിക്കതിര് പൊട്ടിച്ചോ പറഞ്ഞു കേട്ടോ അവിടുന്ന്. അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു, ഒരു തുളസിക്കതിര് പൊട്ടിച്ചോ നീയെന്ന്. അപ്പോൾ അവൾ തലങ്ങനെ ചൊറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാമ്പു ഇട്ട് കഴുകണം ഇനി. അപ്പോൾ ഷാമ്പു ഇട്ട് കഴുകി എന്താ പ്രശ്നം വെച്ചാൽ ആകെ മുടി പാറി പറക്കും. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് എണ്ണ വെച്ചാൽ മതി. അപ്പോൾ ഇന്നലെ വൈകിട്ട് അവൾ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ എണ്ണയൊക്കെ തേച്ചു. നിങ്ങൾ മലയ്ക്ക് പോകുന്നുണ്ടോ കുട്ടികളെ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുള്ളൂ, അതെല്ലാവരും അങ്ങനെയാണല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ അപ്പോൾ മാമ പോകുന്നത് നോക്കിക്കട്ടെ രണ്ടാളും. മാമ സ്കൂൾ ഓട്ടത്തിന് വേണ്ടി. അപ്പോൾ അവൾ പറയണേ അമ്മ വീഡിയോ എടുക്കുകയാണോ ഇതും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലേ ബേബി എടുക്കണത്, അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തില്ലേ നമ്മൾ എന്ന് ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ വേദുവിനോട് പറയായിരുന്നു അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് വേദുട്ടാന്ന് പറയായിരുന്നു കേട്ടോ. ബേബി അവനെന്ത് വീഡിയോ, അവനെ പിന്നെ അങ്ങനെ എന്തായാലും തന്നെയല്ലേ, ഞാൻ എപ്പോൾ നോക്കിയാലും ഫോൺ എടുത്ത് കണ്ടിട്ടല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവളുടെ മുടി ഒന്ന് കുടുങ്ങി സിബിൽ. അപ്പോൾ അമ്മമ്മ നേരാക്കി കൊടുക്കാൻ പോയിട്ടോ. പിന്നെ അത് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്ന് സ്കൂളിലേക്ക് ബസ് കയറാൻ പോയാലും അനിയൻ വേണം ചേച്ചിക്ക്, അത് നിർബന്ധമാണ്. അതെന്താണെന്ന് വെച്ചാൽ അറിയില്ല. ചേച്ചി ബസ് കയറാൻ പോകുമ്പോൾ അനിയൻ എപ്പോഴും വേണം. പിന്നെ ഈ കാണുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഭയങ്കരമായിട്ട് പന്നിശല്യം ഉണ്ട് കേട്ടോ, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ പന്നിശല്യം നല്ലുണ്ട്. അപ്പോൾ അമ്മ ചെയ്തൊരു ട്രിക്കാണിത്, വെള്ള ചാക്കറ്റേ വേണ്ടത് തോന്നുന്നു. അപ്പോൾ തൽക്കാലം അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പന്നി നല്ല ഉണ്ട് ഇവിടെ, ഞങ്ങളുടെ വാഴകളും എല്ലാം നശിപ്പിച്ചു. നിങ്ങളുടെ അവിടെ പന്നികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ പന്നി വരാതെ ഇരിക്കാനുള്ള വല്ല ട്രിക്ക് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ
ഞങ്ങളുടെ അവിടെ ഭയങ്കര ശല്യമാണ്. അത്രയേ ഭയങ്കര നായക്കടെ കുരയാണ് കേട്ടോ. പന്നി വന്നിട്ടെന്നാണ് പറയണേ. അപ്പോൾ ഈ പറയണത് എന്താ വെച്ചാൽ സൂര്യനാണോ പുഴുവാണോ എന്ന് ഈ ഇത് നോക്കിയിട്ട് പറയാനാ. എന്തോ ഇങ്ങനെ വന്ന പുഴു പോലെ ഇരിക്കണതാണ്, അത് പുഴു മറ്റിച്ച് വന്ന സൂര്യൻ എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ ഒരു സാധനം ഇത് ഉണ്ടാക്കി ഇത് കണ്ട ശരിക്കും പുഴു പോലെ തോന്നും കേട്ടോ. അപ്പോൾ അവൾ പുഴുവിനെ എടുക്കട്ടെ അമ്മേ, പുഴു എവിടെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്ര പുഴു. അതിങ്ങനെ ആക്കുമ്പോൾ ശരി തന്നെയല്ലേ. നമുക്ക് ഗൈസ് അതാ പുഴുവിനെ പോലെ വന്നു. മറ്റേതെന്ന് പറയാം സൂര്യനാത്ര. അതെന്തുകൊണ്ടാന്ന് ആ സൂര്യനെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ പ്രിയച്ചമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവരിങ്ങനെ കാട്ടണ. പ്രിയച്ചമ്മേനെ കണ്ട അവളിങ്ങനെ കൈ കൊണ്ട് കാട്ടും. മറ്റേ ഏതോ സിനിമ ഇല്ലേ, ഏതാ പ്രേമലൂല് ജസ്റ്റ് കിഡിങ് എന്ന് പറയില്ലേ, JK, അതുപോലെയാണ് ഇപ്പോൾ ഇവരുടെ ആക്ഷൻ. അപ്പോൾ വേദു പൂച്ചേനെ കണ്ടിട്ട് കല്ലെടുത്ത് എറിയുക, അതുപോലെ തന്നെ നായേനെ കണ്ടിട്ട് കല്ലെടുത്ത് എറിയുക, ഇതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ പണി. അവൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ അതൊക്കെയാണ്. മൃഗങ്ങളെ കണ്ടാലൊക്കെ കല്ലെടുത്ത് എറിയണ്ട. എന്താ ചോദിച്ചാൽ ഒരു ദിവസം ഞാൻ നായേനെ ഓടിക്കാൻ വേണ്ടിയിട്ട് കല്ലെടുത്ത് എറിഞ്ഞു. നായ്ക്കടെ ശല്യം നല്ല ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഒരു നായ്ക്കളുണ്ട്, ഇങ്ങനെ ആൾക്കാരുടെ പിന്നാലെ ഓടുകയാണ്. ഇപ്പോൾ കുട്ടിയോടൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര പേടിയാണ്. വലിയവരായാലും കുട്ടികളായാലും വയസ്സായാലും ആരായാലും നായ്ക്കൾ ഓടിക്കാൻ വന്നാൽ ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അപ്പോൾ ദാ അപ്പൂപ്പനെ കണ്ടപ്പോൾ വേദുവിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ. എന്നും അപ്പൂപ്പൻ കൈയൊക്കെ കൊടുക്കും. അപ്പോൾ അവൻ പറയുന്നു നായാന്നേ. അപ്പോൾ അപ്പൂപ്പൻ എന്നും ചായ കുടിക്കാൻ പോകുന്ന ടൈമാണത്. അപ്പോൾ അവനോട് ചോദിച്ചു ചായ കുടിക്കാൻ ഉണ്ടോ എന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവൻ എന്താ പിന്നാലെ പോകണു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടടാ. കുറച്ച് കഴിഞ്ഞാൽ അവൻ കരയേ, അവനല്ല ആള്, അവൻ കരയുന്നൊക്കെ അറിയാം. അപ്പോൾ അവനെ അങ്ങോട്ട് തന്നു കേട്ടോ എനിക്ക്. കാരണം അവൻ പകുതി വരെ ഇങ്ങനെ നടന്നിട്ടൊക്കെ സ്റ്റൈലിൽ പോവും. ഇതാ കണ്ട നായ്ക്കൾ, ഇങ്ങനെ കുറേ നായ്ക്കൾ ഇങ്ങനെ ചുറ്റി പരത്തി നടക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ പരിസരത്ത്. ഈ നായ്ക്കളുടെ ശല്യം കൊണ്ട് തോറ്റുപോയി. കുറേ പേര് വളർത്തിയ നായ്ക്കളെയാണ് കേട്ടോ ഈ വിട്ടിരിക്കുന്നത്. അവിടെ ആ ഭാഗത്തുള്ള വീട്ടുകാർ കുറച്ച് പേര് നായ്ക്കളെ വളർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരതിനെ പുറത്തേക്ക് ആക്കി. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതാണ് ഇപ്പം ഉണ്ടായത്. ആ നായ്ക്കളാണ് ആൾക്കാരെ കടിക്കാനൊക്കെ പോയായിരുന്നത്. അപ്പം അവർക്കതൊരു ബന്ധമില്ലാത്ത പോലെയാണ് കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതാ ഇത് വേറെ എന്താ വെച്ചാൽ ഞങ്ങളൊന്നൊരു റീലിട്ടുണ്ട്. അപ്പച്ചോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അല്ലേ വേദുവോ. ആ ഒരു വീഡിയോ, ആ ഒരു പാട്ട് പാടുമ്പോഴുള്ള എക്സ്പ്രഷനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പ്രിയ മാം അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നായ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ബസ് വന്നു. ഇപ്പോൾ ബസ് 8:30 ആ ടൈമിലൊക്കെയാണ് കേട്ടോ വരുന്നത്. ചില സമയത്ത് നേരത്തെ വരും. അപ്പോൾ ബസ്സിലെ ചേച്ചിയോട് എപ്പോഴും വേദു ടാറ്റ കൊടുക്കും കേട്ടോ. കയറുമ്പോഴേക്കും അതെ, അങ്ങോട്ട് അവൾ കയറുമ്പോഴേക്കും അവൻ ടാറ്റയൊക്കെ കൊടുക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ആ മാമ വന്നിട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ആ ബസ്സിൻ്റെ ബാക്കിൽ മാമ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ടാറ്റ കൊടുക്കുമായിരുന്നു കേട്ടോ. മാമന് സ്കൂൾ ഓട്ടത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാടക ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ ആ വഴി വന്നു, കണ്ടു ഞങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടേതായ പരിപാടികളൊക്കെ ചെയ്തു. അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ